കാഴ്ചക്കാർ എപ്പോഴും പിടിയെക്കോലെ നിൽക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല. നടക്കാം, ഞാനുണ്ട്. മരിച്ച അവറാച്ചന്റെ മകൻ സണ്ണിക്കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. മെലോഡ്രാമ ഉണ്ടാക്കിയല്ല. പക്ഷെ മരിച്ച ആളുടെ ആൾക്കാരെങ്കിലും പകരം വീട്ടാൻ വരുമോ എന്ന ഭയം തോന്നില്ലേ പുറത്ത് നടക്കുമ്പോ? എന്തിന്? ഒരു മരണത്തിന് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ? മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്നവൻ കാഥികനല്ല എന്നുണ്ട് ഹെമിംഗ്വേ. പക്ഷേ ഒരു പിന്തിരിപ്പനല്ലേ അവരൊക്കെ നിങ്ങളുടെ കണ്ണിൽ? നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും. ഒരു തമാശ പറഞ്ഞതാണ്. പെരോൾ നീട്ടിക്കിട്ടുകയോ റെമിഷൻ തന്നെ വന്നാൽ 7 ദിവസങ്ങൾ കൊണ്ട് മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്തിൽ. ഒരു മഹാത്ഭുതവും ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ. അല്ല, അങ്ങനെ വന്നാൽ എന്താണ് പരിപാടികൾ? ഈ അവറാച്ചനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പേടിക്കണ്ട. ഇന്ദിരയുടെ കഥയോ ആത്മകഥയോ സെൻസേഷൻ ആക്കാൻ ഉദ്ദേശമില്ല. വെറുതെ പറഞ്ഞാണ്. കൂടുതൽ എന്തറിയണം? കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും. പക്ഷേ മൂർച്ച വരുത്തിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ഞാനെന്ന് കൂട്ടത്തിലിറങ്ങിയത്. ജോലിക്ക് ചേർന്ന ദിവസം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഓഫീസർ എവിടെ? വന്നിട്ടില്ല മുതലാളി. ലീവ് എടുത്തിട്ടില്ല. വരും സാർ. 10:30 ഞാൻ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ടീം ഡ്യൂട്ടി വന്നോ? ഇല്ല സാർ. ഒന്നാ പുറത്ത് കൊടുക്കണ്ട, എനിക്ക് വേണം. ശരി സാർ. നായരല്ലേ? താൻ എവിടെയായിരുന്നല്ലോ ഇതുവരെ? പറഞ്ഞിട്ടുണ്ട്. നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. ഞാൻ ചുമ്മാ ഒരു പ്രോമിസ് തരുമോ നായരെ? മറ്റേത് ശരിയാക്ക്. തോട്ടത്തിലേക്ക് വാ. അന്നക്കുട്ടിയില്ലേ അവിടെ ഡ്യൂട്ടിയില്? ആരാ അത്? പുറത്തൊന്നും തരൂ. മൊയ്തൂട്ടിയില്ലേ? എവിടെ പോയി? വന്നാ ഞാൻ വിളിച്ചിരുന്നു പറ. അത് പറഞ്ഞാൽ മതി, അവന് മനസ്സിലാവും. രണ്ട് വിളി സർക്കാരിന്റെ കണക്ക് വെച്ചു. ഇതേതായി കൊച്ച്? പുതിയ വെൽഫെയർ അസിസ്റ്റന്റാ. കാട്ടുജാതികളെ നന്നാക്കാൻ സർക്കാർ അയച്ചതല്ലേ? ആര് വിചാരിച്ചാലും അവർക്ക് നേരെ ആവില്ല. വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ പുതുതായി വരുന്നവരൊക്കെ ആദ്യം ബംഗ്ലാവിലോട്ടൊന്ന് വരാറുണ്ട് കൊച്ചേ. ഓഫീസറും എല്ലാം അയാളുടെ ആണെന്ന് തോന്നി. അവറാച്ചന്റെ വാഴ്ചയായിരുന്നു അവിടെ. നിയമം ആപത്തി നിൽക്കും. ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ വക്കീലായിരുന്നു. ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനം അല്ലേ? അവരുടെ കലാസമിതിയിലെ ആളുകൾ വരും, ചർച്ചകൾ, ഇടയ്ക്കൊരു നാടകം. അതിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. 16-17 വയസ്സായ ഒരു പയ്യനുണ്ടായിരുന്നു, അയ്യപ്പൻ. അവന്റെ ഒരു ഓട്ടം തുള്ളലിൽ അവറാച്ചനെ കൊള്ളിച്ചെന്തോ പറഞ്ഞത് കേട്ട് ഹരിജൻ സ്ത്രീകളടക്കം എല്ലാവരും ചിരിച്ചു. ഹരിജനങ്ങളാണ് അധികം ആ മലയോരം മുഴുവൻ. പിറ്റേന്ന് അയ്യപ്പന്റെ ശവം ഒരു കല്ലുവെട്ടും കുഴിയിൽ കണ്ടു. അതാണ് അവറാച്ചന്റെ ശക്തി. പത്രത്തിൽ കണ്ട ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം. പറയുന്നത് സത്യമായിരിക്കണം. സത്യം മുഴുവൻ പറയണമെന്നില്ല.
എന്നല്ലേ തത്വം പത്രങ്ങളുടെ? അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിലെ വിരുന്നുകളെ പറ്റി കലാസമിതിക്കാർ പറഞ്ഞു. വിരുന്നുകാർ എന്നുമുണ്ട്, വലിയ ആൾക്കാർ. കാടയുടെ ഇറച്ചി തിന്നാനാണത്രേ പോകുന്നത്. കാടയെ വേട്ടയാടാൻ പണിക്കാരെ വിടുമ്പോൾ കാട്ടുജാതിയെ കൊണ്ടുവരാനും ആളിറങ്ങും. കാട്ടുജാതി എന്നാൽ ഏതെങ്കിലും സ്ത്രീത്വമുള്ള ഹരിജൻ പെൺകുട്ടി. നായാട്ട് നായ്ക്കൾ ഒരു ഗർഭിണിയെ കടിച്ചു കീറുന്നത് കാണേണ്ടി വന്നു ആ ബംഗ്ലാവിന്റെ മുറ്റത്ത്. അത് വെറുതെ വിശ്വസിക്കാൻ വയ്യ അല്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. വിപ്ലവം എന്റെ അടുത്ത് വേണ്ട കൊച്ചേ. ഇവത്തെ കള്ളു കുടിച്ച് കണ്ടവനെ പിടിച്ച് വയറ്റുണ്ടാക്കിയത് ഞാൻ എന്ത് ചെയ്യണം? വേട്ടിയിൽ വില കൊടുക്കണം. ഇവൾ ഈ വീട്ടിനകത്ത് പോർക്കാൻ പോകുന്നു. അപ്പോഴോ? ഉറപ്പിച്ചോ? ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. മുതലാളിയുടെ സന്തതി ബംഗ്ലാവിൽ തന്നെ വളരട്ടെ. തോമസ് കുട്ടി, നായ്ക്കളെ അയച്ചു കൊണ്ടാ. നൂറ്റാണ്ടിലല്ല, ആഫ്രിക്കൻ കൊടുങ്കാട്ടിലുമല്ല, ഇവിടെ ഈ ഞാൻ കണ്ട ബ്ലഡി ഫാക്ട് ഈ നാട്ടിൽ. പ്ലീസ് റിലാക്സ്. ശോഭിക്കാതെ കുറച്ച് ശാന്തമായിരിക്കും. നല്ലത് വല്ലതൊക്കെ ആലോചിക്കൂ. എപ്പോഴെങ്കിലും എല്ലാം ഒന്ന് എഴുതി വെച്ചാൽ മനുഷ്യന്റെ ഭാരം തീരും. അല്ല, പത്രക്കാരന്റെ സൂത്രമല്ല, ഒരു ഫ്രണ്ടിന്റെ ഉപദേശം. ഭാഷയ്ക്ക് ഒരു നല്ല പുസ്തകവും കിട്ടും. അതിന്റെ ഇംഗ്ലീഷ് തർജ്ജിമ ഞാൻ ഏൽക്കുന്നു. ചെയ്യാൻ സന്തോഷമാണ്. വല്യമ്മയുടെ കൂടെ കിടക്കട്ടെ? മിണ്ടായിരുന്നു. എന്നും വല്യമ്മയുടെ കൂടെ ഇല്ല കിടത്തം. ഞാൻ വല്യമ്മയുടെ കൂടെ. പൊന്നേരം പറഞ്ഞാലുണ്ടല്ലോ. ഓ, അതിനെന്താ, വാ. രവിയെ കാണുന്നേ ഇല്ലല്ലോ. എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അവനായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നത്? എന്റെ കൂടെ കിടക്കാനാ വാശി. വായിക്കാൻ വല്ലതും വേണോ? ഞാൻ അവസാനിക്കാത്തൊരു കഥ പറഞ്ഞു കൊടുക്കാൻ പോവല്ലേ. വല്യമ്മേന്റെ വീട്ടിലേക്ക് ഞാനും വരും. ഓ, അതിനെന്താ. ഞാൻ കൊണ്ടുപോയി കിടത്താം. ഇവിടെ കിടന്നോട്ടെ. അവന് രാത്രി ചവിട്ടും കുത്തുമൊക്കെ ഉണ്ട്. എന്താ, എന്റെ അടുത്ത് കിടത്താൻ ഭയമുണ്ടോ? വെറുതെ വിട്ടിത്തം പറയരുത്. പലരുടെ റിയാക്ഷനും എനിക്ക് പിടികിട്ടണില്ല. പോകുന്നത് വരെ ആർക്കും ഒരു ശല്യമാവാതിരുന്നാൽ മതി. എങ്ങോട്ട് പോകാൻ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ വരാൻ. വേറെ എവിടെ പോകാൻ? പോകാതെ പറ്റില്ലല്ലോ. എങ്ങോട്ട്? പെരോളിൽ 6 ദിവസമാണ് ഇനി ബാക്കി. 6 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോണം, ജയിലിലേക്ക് തന്നെ. നോ. യെസ്. തിരിച്ചു പോയിട്ട് പിന്നെ 6-7 കൊല്ലം കഴിഞ്ഞാൽ സർക്കാരിന് സന്മനസ്സുണ്ടെങ്കിൽ വിടാം.
6 ചിലപ്പോൾ 12 ആവാനും മതി. അതാണ് നിയമം. 20 കൊല്ലം. തായം കളിയുടെ കണക്ക് പോലെ എത്ര നിസ്സാരമായിട്ടാണ് ഇന്നലെ പറയുന്നത്. പിന്നെ ഞാനൊന്ന് വാവിട്ട് കരയണോ? അതാണ് നിയമം. രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആവില്ല. ആത്മഹത്യ ചെയ്യാനും ഞാൻ തയ്യാറല്ല. കടിച്ചു പിടിച്ച് ഞാൻ ഇത്രത്തോളം നിന്നു. ബഹളം വയ്ക്കണ്ട, മറ്റാരും അറിയണ്ട. ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോണം സമയമാകുമ്പോ. അതാണ് എന്റെ ആഗ്രഹം. ബാബുവിനെ ഞാൻ എടുത്തോളാം, എന്നിട്ട് നിങ്ങൾക്ക് വാതിലടയ്ക്കാം. എട്ട് കൊല്ലം ആണിനെ കാണാത്ത ആർക്ക് തീരട്ടെ. സാവിത്രി, നീ വിചാരിച്ച പോലെ വ്യാഖ്യാനം വേണ്ട. വാ, കഥ കുറച്ച് ബാക്കിയുണ്ടല്ലേ. എന്താ ഒരു പിണക്കം? ആരോടാ? വല്യമ്മ ആളുകളെ കൊല്ലോ? ദയ വിചാരിച്ചെല്ലാം മറന്ന് സ്നേഹിച്ചതാവും എന്റെ തെറ്റ്. സാവിത്രി, ചേച്ചി എങ്ങോട്ടാ ഈ വഴിക്ക്? അടുത്തൊരിടം വരെ. പോട്ടെ, ശാരദിച്ചോട് വല്ലതും പറയണോ? ഞാൻ അമ്മയ്ക്ക് ശമ്പളം കൊണ്ട് കൊടുക്കാൻ വന്നതാ. നേരായി. ആ ചേച്ചി അങ്ങോട്ട് വരില്ലേ? മഹാത്ഭുതം. 4-5 ദിവസം എനിക്ക് തങ്ങാൻ ഒരു സ്ഥലം വേണം. അതിനെന്താ രാവട്ടാ, കരിഞ്ചായ പ്രയോഗം ഉടൻ ഒരു വിരുന്നുണ്ട്. 14 ദിവസം തന്നെ അധികമായി പോയെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ കുട്ടി? ചുറ്റുഭാഗത്തും ചൂട്, മോളിലും ചോട്ടിലും തീയ് അല്ലേ? അങ്ങനെ വരൂ. വീട്ടിൽ ഒന്നും വിസ്തരിക്കണ്ട. മനുഷ്യരെ കുറിച്ചുള്ള എന്റെ കണക്കൂട്ടിൽ പിഴയ്ക്കാറില്ല. എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. ഈ മാളത്തിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വിഷമമാവാതെ ഞാൻ... ചേ, എടോ, തന്റെ ചണ്ടി പണ്ടാളൊക്കെ മാറ്റി ആ മുറി ഒന്ന് വൃത്തിയായി കൊടുക്കും. വരൂ, അനാഥരൊക്കെ വന്നുചേരേണ്ട ഇവിടെ തന്നെ. ഓർഫൻസ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്. അനാഥരെ സംഘടിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വെറും കീറപ്പായികൾ മാത്രം അല്ലേ? വരൂ.
ഇവിടെ ഇരുന്ന് മിനുങ്ങുന്ന കാര്യമാണിനി. ഞാൻ കളത്തില് ഗോപി വന്നിട്ടുണ്ട്. അവന്റെ കൂടെ ആയിരുന്നു. അവന്റെ കൂടെ ബോംബെ പോയാൽ ഒരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞു. അടിയന്തരം കഴിയട്ടെ. പക്ഷെ ആ ചെക്കൻ പറയണ കേട്ട് ചാടി പുറപ്പെട്ടാൽ പുറത്തു പോണ്ട. 25,000 കൊടുക്കാനുണ്ടോ കൈക്കൂലി? നാളെ തൃശ്ശൂർ പോയാ മതി. ബാങ്കിൽ ജോലി ഷുവർ. 25,000 തരാൻ പറ്റുമോ ആർക്കെങ്കിലും? പഴയ മരത്തരങ്ങൾക്ക് നല്ല വില കിട്ടും. ഈ വീട് പൊളിച്ച് വിറ്റാലെന്താ? തറവാട് വിൽക്കുന്ന കാര്യം എത്ര ഈസി ആയിട്ടാണ് പറയണത്. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട് മ്യൂസിയമാക്കി വെക്കാനൊന്നും തോന്നില്ലല്ലോ സർക്കാരിന്. ഓ, ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മേന്റെ പേര് പറഞ്ഞാൽ ആരും അറിയില്ല. അതിലും പ്രസിദ്ധിയുള്ള വേറൊരാളുണ്ടല്ലോ അകത്ത്. കൊല്ലും കൊലയ്ക്ക് നടന്ന ഒരുമ്പട്ടോളൊരുത്തി. കൊല്ലു ഞാൻ കാക്കാശ് ഉപകാരമില്ലാത്ത അളിയച്ചാര്. ഞങ്ങൾ എല്ലാത്തിനും കൊല്ലേ. നീ മാറ്. അവനെപ്പോലെ വിവരമില്ലാതെ നിങ്ങളോ? ബലിയുടെ ആൺകുട്ടിയായിട്ട് ബാബയേ ഉള്ളൂ. അവരെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. 4 ദിവസം കഴിഞ്ഞാൽ ഇന്നലെയും പോവും. പിന്നെ നിനക്ക് പൊളിക്കാം, തകർക്കാം, വിൽക്കാം. ആരും എഴുതി പറയാനുണ്ടാവില്ല. എന്തിനാ വീണ്ടും ജയിലിലേക്ക് പോകും. പെരോൾ 14 ദിവസം. അത് കഴിഞ്ഞാൽ വീണ്ടും ജയിൽ. പോയിട്ട് പിന്നെ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. 7-12 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ജീവനോടുണ്ടെങ്കിൽ വരാം. ചിലപ്പോൾ. സുഹൃതക്ഷയം, സുഹൃതക്ഷയം. അമ്മേ, വല്യമ്മ എപ്പോഴാ പോവാ? ഞാനും പോ വല്യമ്മയുടെ കൂടെ കണ്ണൂർക്ക്. നീ പുറത്തുപോയി കളിക്കേ. പോ. ചേച്ചി പക്ഷെ ഒന്നും പറഞ്ഞില്ല. എന്നും ഉള്ളിലുള്ളത് സാറിനോട് മാത്രമേ പറയൂ, അല്ലേ? ഇല്ല, പഴയൊരു സംശയം ഇപ്പോഴും നിന്റെ മനസ്സിൽ നേരി കിടപ്പുണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചേച്ചി എന്നെ പ്രേമിച്ചിട്ടില്ല. അറസ്റ്റ് ചെയ്തതിന്റെ 3 ദിവസം മുമ്പ് ഞാൻ കണ്ടു. ആപത്ത് എന്താണെന്ന് അറിയില്ല. അടുത്തെത്തിയിരിക്കുന്നത് മാത്രം തോന്നി. ആ നിമിഷം ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും കൂടെ ഓടി ഒളിക്കാൻ തയ്യാറായതാണ് ഞാൻ. അതും ഇപ്പൊ പറയുന്നു. അവളെ ആർക്കും മനസ്സിലാക്കാനാവില്ല. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വഴി വേറെ. സാവിത്രി നോക്കിയാൽ മതി. എല്ലാവർക്കും ഞാനൊരു ദുസ്വപ്നമാവുമ്പോ അവൾ അതിന്റെ ശവം പേരരുത്. അവളെ രക്ഷിക്കണം. അന്ന് അവൾ ആദ്യമായി കരഞ്ഞ് ഞാൻ കണ്ടു. വീണ്ടും കാണുന്നത് നിന്റെ പടപ്പുറപ്പാട് കണ്ടപ്പോൾ ഇന്നലെ ഇവിടെ വെച്ചാണ്. മുട്ടുസൂചി നഖത്തിലും ലാത്ത് ഗർഭപാത്രത്തിലും കയറിയപ്പോൾ കരയാത്തവളെ നീ കരയിച്ചു. പോവാതിരിക്കാൻ ചേച്ചിക്ക് വേറെ ഒരു വഴിയില്ലേ? പറയാം, ഒരു വഴിയില്ലേ?